നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ സംസ്ഥാനത്ത് നിലവിലുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ ധനസഹായം, ചികിത്സകൾക്ക് വേണ്ട ധനസഹായം നൽകുന്ന പദ്ധതികൾ അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ വീഡിയോയിലൂടെ ഒന്ന് വിശദമാക്കുകയാണ്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യത്തേത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ ധനസഹായം. ഗുരുതര രോഗങ്ങൾ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർക്ക് അല്ലെങ്കിൽ ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരുന്നവർക്ക് റേഷൻ കാർഡ് മാനദണ്ഡമാക്കാതെ തന്നെ APL-എന്നോ BP-ലെന്നോ വ്യത്യാസമില്ലാതെ നമ്മളുടെ കുടുംബ വാർഷിക വരുമാനവും അതോടൊപ്പം തന്നെ സാമ്പത്തിക ചുറ്റുപാടുകളും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ഡോക്യുമെൻറ്റുകൾ, അതായത് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ, ചികിത്സയ്ക്ക് എത്രത്തോളം തുക ആവശ്യമാണ്, എന്ത് രോഗമാണ്, അപ്പോൾ ഇതെല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തി ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതുമാത്രമല്ല തുടർ ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഡോക്യുമെൻ്റായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇതെല്ലാം ചേർത്താണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷകൾ വയ്ക്കേണ്ടത്. അപേക്ഷകൾ വയ്ക്കുമ്പോൾ റേഷൻ കാർഡ്, നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ രോഗിയുടെ സത്യപ്രസ്താവന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ, പിന്നെ നമുക്ക് ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇമെയിൽ ID, ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനു വേണ്ടി ആവശ്യമായിട്ട് വരുന്നുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതെല്ലാം തന്നെ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും. അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻ്ററുകളിലും ജനസേവാ കേന്ദ്രങ്ങളിലുമെല്ലാം ഇത്തരത്തിൽ അപേക്ഷകൾ വയ്ക്കാനുള്ള അവസരമുണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നിലവിൽ പെൻഡിംഗ് ഉണ്ടായിരുന്ന വിവിധ അപേക്ഷകളിന്മേൽ സർക്കാർ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം ഉൾപ്പെടെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, അതോടൊപ്പം തന്നെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. നമ്മളുടെ സംസ്ഥാനത്തും കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നിലവിലുണ്ട്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് കൂടുതൽ ആളുകൾക്ക് അംഗത്വം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാസ്പ് എന്ന് പറയുന്ന പദ്ധതി കൂടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. അങ്ങനെ ഈ രണ്ട് പദ്ധതികളും ലയിപ്പിച്ച് നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കുടുംബങ്ങളിൽ 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലഭിക്കുന്നുണ്ട്. എന്നാൽ മുൻപ് സ്വകാര്യ ആശുപത്രികളിലും ചികിത്സാ സഹായങ്ങൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ ചില സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. എന്നാൽ സംസ്ഥാനത്തെ ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിലും ഇത്തരത്തിൽ നമ്മളുടെ ഹോസ്പിറ്റൽ ബില്ലുകൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അല്ലെങ്കിൽ സർജറിക്ക് ആവശ്യമായിട്ട് വരുന്ന വിവിധ ചാർജുകൾ, അതോടൊപ്പം തന്നെ റൂം റെൻറ്റ്, ICU ചാർജ്, ഡോക്ടറുടെ ഫീസ്, അതോടൊപ്പം തന്നെ മരുന്നുകൾ, ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ ഒരു 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. കുടുംബത്തിൽ മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഇതിൽ നിശ്ചിത അനുപാതത്തിലായിരിക്കും ഈ തുക റിലീസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടി സാധിക്കുക. തൊട്ടടുത്ത വർഷവും പിന്നീട് 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലഭിക്കുന്ന രീതിയിലാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ്. ഇതിലേക്ക് ചേരുന്നതിന് നിലവിൽ ഇപ്പോൾ നമുക്ക് സാധിക്കുകയില്ല. മുൻപ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തവർ റേഷൻ കാർഡിൻ്റെ പിൻവശത്ത് നോക്കിയാൽ അതിൽ കൃത്യമായിട്ട് സീലൊക്കെ ഉണ്ടാകും. അതായത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ അല്ലെങ്കിൽ പഴയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി PMJAY അല്ലെങ്കിൽ RSBY തുടങ്ങിയ സീലുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി നമ്മളുടെ സംസ്ഥാനത്ത് ഈ ആരോഗ്യ ഇൻഷുറൻസുകൾ, അതായത് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഒന്നും ലഭിക്കാത്തവർക്ക്, നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിൽ ആനുകൂല്യം ലഭിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് APL റേഷൻ കാർഡൊക്കെ ആണെങ്കിൽ പോലും കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് KBF എന്ന് പറയുന്ന സ്കീം പ്രകാരം 2 ലക്ഷം രൂപ വരെയൊക്കെ പരമാവധി ലഭിക്കും. നിലവിൽ ഇത്തരത്തിലുള്ളൊരു പദ്ധതി ഉണ്ട്. അത് നമുക്ക് മെഡിക്കൽ കോളേജുകളിലൊക്കെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഗുരുതര രോഗങ്ങളിൽ വലിയൊരു തുക ചിലവാകുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ KBF-ൻ്റെ ഫോം ഫില്ല് ചെയ്ത് നമുക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആനുകൂല്യം ലഭിക്കുന്നതാണ്. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നൽകുന്ന മെഡിക്കൽ അസിസ്റ്റൻസ് ഉണ്ട്. ഒരു ധനസഹായമാണ്. ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന തുക, അതിനെ സംബന്ധിച്ചുള്ള മെഡിക്കൽ ബില്ലുകൾ, രോഗിയെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ബന്ധപ്പെട്ട ട്രസ്റ്റിൽ നിന്നുമുള്ള വെരിഫിക്കേഷൻ എല്ലാം പൂർത്തിയായ ശേഷമായിരിക്കും ധനസഹായം അനുവദിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നിലവിലുള്ള സ്കീമുകളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.